ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി വാട്ട് ഈസ് ഇൻ യുവർ പേഴ്സണാലിറ്റി. അകത്തുള്ള കാര്യമാണ് പുറത്തേക്ക് വരുന്നത്, പുറത്തുള്ള കാര്യമാണ് അകത്തുള്ള കാര്യങ്ങളെ ശരിയായി ചിസൽ ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും കരിയറിനെയും ഒക്കെ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ ഫീൽഡുകളുണ്ട്, ക്രിയേറ്റിവിറ്റി ആവശ്യമായ ഫീൽഡുകളുണ്ട്, പീപ്പിൾ സ്കിൽസ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളുള്ള ഫീൽഡുകളുണ്ട്. അതോടൊപ്പം പ്രോബ്ലം സോൾവിങ്, അനലിറ്റിക്കൽ സ്കിൽസ്, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കരിയറിനെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏത് കാര്യത്തിലേക്കാണ് കൂടുതൽ മാച്ചായി വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. മനസ്സിലാക്കാനുള്ളത് മാനേജ്മെന്റ് സബ്ജക്റ്റുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ മുൻപിലുള്ള ഓപ്ഷനുകളാണ്. സോ രണ്ട് മെയിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ്, സ്ട്രീമുകളാണ്, ഡൊമെയിനുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും അതിൽ ഒന്ന് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBAയും മറ്റത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDMുമാണ്. ഇത് രണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള മാനേജ്മെന്റ് സ്ട്രീമിലേക്ക് സ്കിൽസ് നൽകാൻ സഹായിക്കുന്ന കോഴ്സുകൾ തന്നെയാണ്. പക്ഷേ ഇവ തമ്മിൽ വ്യത്യാസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന കാര്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തവും ക്ലാരിറ്റിയും നൽകും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതിൽ ഏതാണ് നല്ലത് എന്ന് ക്ലാസിഫൈ ചെയ്ത് തീർച്ചയായിട്ടും അതിൻ്റെ അവസാനത്തിൽ ഒരു കമൻട്രി പോലെ ഏത് കോഴ്സായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യുന്നത് ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കത്തിൽ പറയാനുള്ളത്. സോ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM ആയാലും മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ആയാലും രണ്ടും മാനേജ്മെന്റ് തലത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ്. ഒബ്വിയസ്ലി PGDM എന്നുള്ളത് ഒരു ഡിപ്ലോമ കോഴ്സാണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു ഡിഗ്രി കോഴ്സാണ്. സോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ട് ഡിവിഷനുകളാണ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് മനസ്സിലാക്കേണ്ടത്. PGDM അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കോഴ്സുകൾ നൽകുന്നത് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിലുള്ള PGDM നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് നോക്കുകയാണെങ്കിൽ നമുക്ക് IIMനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം IIM ഇസ് എൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതോടൊപ്പം MBA കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നൽകുന്നത് യൂണിവേഴ്സിറ്റികളാണ്. സോ MBA എന്നുള്ളത് ഡിഗ്രിയാണ്, അതോടൊപ്പം MBA കോഴ്സ് നൽകുന്നത് ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റികളാണ്, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല. സോ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നൽകുന്ന കോഴ്സുകളെ, മാനേജ്മെന്റ് തലത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള കോഴ്സുകളെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM ആയി മനസ്സിലാക്കാം. 2 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ മാനേജ്മെന്റ് തലത്തിൽ കോഴ്സുകൾ നൽകുമ്പോൾ നമുക്കതിനെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ആയും മനസ്സിലാക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു എഡ്യൂക്കേഷൻ കോഴ്സ് എന്ന രീതിയിൽ ഇതിൽ രണ്ടിൽ ഏതിനാണ് കൂടുതൽ വാല്യൂ നൽകുന്നത് എംപ്ലോയേഴ്സ്? സോ ജോബ് മാർക്കറ്റിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്, സെലക്ഷൻ ലഭിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ളത് ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ്, എസ്പെഷ്യലി അക്കാഡമിക് ക്വാളിഫിക്കേഷനായി കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ MBAക്കാണ് ഇവിടെ മുൻതൂക്കം വരുന്നത് PGDMനേക്കാളും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആസ് എ എഡ്യൂക്കേഷൻ കോഴ്സ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിലാണ് MBAക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി കാണപ്പെടുന്നത്. ഇനി അതിൻ്റെ അപ്രോച്ച് നോക്കുകയാണ്, സിലബസ് നോക്കുകയാണ്, കരിക്കുലം നോക്കുകയാണെങ്കിൽ എംപ്ലോയേഴ്സ് ഏത് കോഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അതിൻ്റെ കോണ്ടന്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDMനാണ് കൂടുതൽ പ്രാധാന്യം ജോബ് മാർക്കറ്റിൽ ലഭിക്കുന്നത്. എസ്പെഷ്യലി ബിക്കോസ് അതിൻ്റെ ഇൻഡസ്ട്രി ഓറിയന്റഡ് അപ്രോച്ചും അതോടൊപ്പം കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റിയുമാണ്. സോ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് PGDM നൽകുന്നത്. കരിക്കുലത്തിൽ കോഴ്സ് കോണ്ടന്റിലൊക്കെ വാല്യൂ അഡിഷൻ നൽകപ്പെടുന്നു എന്നുള്ളതും PGDM കോഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പക്ഷേ MBAയുടെ കാര്യത്തിൽ അതൊരു തിയോററ്റിക്കൽ അപ്രോച്ച് നൽകുന്ന കോഴ്സായിട്ടാണ് ഇന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ജോബ് മാർക്കറ്റിൽ ഏത് കോഴ്സിനാണ് അതിന്റെ കരിക്കുലം ബേസ്ഡ് ആയിട്ട് പ്രാധാന്യം ലഭിക്കുകയാണ് എന്ന് നോക്കുകയാണെങ്കിൽ PGDMനാണ് കൂടുതൽ ഹൈലൈറ്റ് നൽകുന്നത്. ഇനി പ്ലേസ്മെന്റ്, ജോബിലും മറ്റും ഏത് കോഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത്? ഒബ്വിയസ്ലി ഇവിടെ PGDM ആണ് സ്കോർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ കരിക്കുലത്തിലുണ്ടാകുന്ന റെലവൻ്റ് ആയിട്ടുള്ള പഠിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം ഇൻഡസ്ട്രി ഓറിയന്റഡ് അപ്രോച്ചും തന്നെയാണ്
അത് MBA കുറവാണ് എന്നതും MBAക്ക് ഒരു പോരായ്മയായി ഇന്നും നിലനിൽക്കപ്പെടുന്നു. സോ MBA കൂടുതൽ തിയോറിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സ് പൊതുവെ നോക്കുന്നത്, കാരണം മാനേജ്മെന്റ് കോഴ്സുകളുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പീപ്പിൾ സ്കിൽസ് ഒക്കെ ആവശ്യമായ കാര്യമായതുകൊണ്ടും റെലവൻ്റ് ആയി നിൽക്കണമെങ്കിൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് അപ്രോച്ച് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ PGDM-നാണ് കൂടുതൽ എംപ്ലോയേഴ്സ് പ്രാധാന്യം നൽകുന്നതായി കാണാൻ പറ്റുന്നത്. കോഴ്സ് ചെയ്യുമ്പോൾ ഏതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ്, PGDM ആണോ അതല്ല MBA ആണോ? ഒബ്വിയസ്ലി മനസ്സിലാക്കാനുള്ളത് MBA കോഴ്സുകൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് വെൻ കമ്പയർഡ് ടു PGDM. യൂണിവേഴ്സിറ്റികളാണ് MBA നൽകുന്നത്, പക്ഷേ PGDM നൽകുന്നത് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോഴ്സ് ഫീ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് എന്നുള്ളത് കൂടുതലായിട്ട് വരും വെൻ കമ്പയറിംഗ് ടു MBA. ഇത് പഠിക്കാൻ പോകുന്ന കൂട്ടുകാർക്ക് ഇഫ് കോസ്റ്റ് ഇതിന്റെ ഫീ ഒരു ഫാക്ടർ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് MBA സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം MBA എന്നുള്ളത് PGDM-മായി കമ്പയർ ചെയ്യുമ്പോൾ ചിലവ് കുറഞ്ഞ ഒരു കോഴ്സ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM-ഉം അതോടൊപ്പം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA-യും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ളത് ആസ് എ മാനേജ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ്. സോ ഇത് നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്നുള്ളത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രയോറിറ്റി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് നേടാനുള്ളത്? കോസ്റ്റ് ആണോ, ഫീസും അതുമായി ബന്ധപ്പെട്ട കാര്യമാണോ, അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ MBAക്ക് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതായിട്ട് വരും. അതല്ല അതിൻ്റെ കരിക്കുലത്തിൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടോ, അതല്ല ജോബ് മാർക്കറ്റ് നിങ്ങൾക്ക് പ്ലേസ്മെന്റിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണോ നോക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM-ഉമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സെലക്ഷൻ നൽകേണ്ടി വരും. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ MBA-യും PGDM-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.